ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിസ്മിസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ടോയ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ½ kg വരുന്നൊരു ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ട്രഫിൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള അതേ സ്പഞ്ച് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം അതേപോലെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. തണുത്ത ശേഷം അതേപോലെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പർ മാറ്റാനും പറ്റും. നമ്മൾ 2 ലെയറായിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. സാധാ നമ്മൾ ട്രഫിളിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇത് 3 ലെയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ പിന്നെ ടോയ് കേക്ക് ആയതുകൊണ്ട് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആങ്ങളുടെ മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ്. ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. കാരണം ഇത് വേറെ വേറെ കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാകുമ്പോൾ കുറച്ച് ക്രീം അധികം ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിൽ ഞാൻ റെഡ് കളറും യെല്ലോ കളറുമാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് ആൽമണ്ട് എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറൊന്നും ആഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലും ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ജെംസാണ് കേട്ടോ കുറച്ച് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെക്കേണ്ടവർക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ കുറച്ച് ജെംസ് വെച്ച് കൊടുത്തിട്ടൊന്ന് ലെവലാക്കി കൊടുത്ത ശേഷം പിന്നെ എല്ലാ ഭാഗത്തേക്കും കുറച്ചുകൂടെ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കാർ കേക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്രീമാക്കി കൊടുത്തിട്ടൊന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. ഒരേപോലെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാത്തത് കൊണ്ട് ഒന്ന് ഷുഗർ സിറപ്പ് പെട്ടെന്ന് തന്നെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഷുഗർ സിറപ്പ് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന വിധത്തിൽ വേണം നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടിഷ്യൂ വെച്ചിട്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കാറിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് 2 സൈഡ് ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഉൾഭാഗം ഒരേ സൈഡിലാവുന്ന വിധത്തിൽ വേണം കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കാൻ. ഉള്ളിലുള്ള ഈ കട്ട് ചെയ്ത ഭാഗം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് പെട്ടെന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് 2 ഭാഗത്തേക്ക് ഒരേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പുറം ഭാഗം ഉൾഭാഗത്തേക്കായി കൊടുക്കരുത്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ തിരിച്ച് മാറ്റി വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇതേപോലെ ഉൾഭാഗം 2 ഭാഗം ഒരേ സൈഡിലാകുമ്പോൾ നന്നായിട്ട് പ്രസ്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെ ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡ് ഭാഗവും നമ്മൾ ഏത് ഷേപ്പിലാണ് നമുക്ക് കാറ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യമുള്ള ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ നല്ലൊരു ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു ടൈപ്പിൽ ടോയിൻ്റെ ടൈപ്പിലുള്ളൊരു കാർ കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ബാക്ക് ഭാഗം ഇതേപോലെ ഒന്ന് സൈഡ് കുറച്ചൊന്ന് ചെത്തി കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റേതായ ഐഡിയയിൽ ചെയ്തെടുക്കുകയാണ്. റെഡി ആവുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ചെറിയ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇങ്ങനത്തെ കാർ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്ത ശേഷം തുടച്ചെടുത്ത ശേഷം നമുക്ക് ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഐഡിയ വേണം ഏത് രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത് എന്നൊക്കെ. അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ട് ലെവലാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് റെഡ് കളർ വെച്ചിട്ടൊന്ന് ഒരു ക്രം കോട്ട് പോലെ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ കേക്കിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഇട്ടത് ഇങ്ങനെ കാണിച്ചത്. പറയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇട്ടത്. ആ വ്ളോഗ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇതിൻ്റെ ആങ്ങളുടെ മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുതേ. നമുക്ക് നന്നായിട്ട് ലെവലാക്കി എടുക്കണം. അതേപോലെ ഒരു പാലക് നൈഫ് കൊണ്ട് എല്ലാ ഭാഗവും അതിന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം നമുക്ക് കഴിയുമ്പോൾ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം നീറ്റായിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. നമുക്ക് ക്രം കോട്ട് ചെയ്ത ശേഷം അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സും ഇതൊക്കെ എങ്ങനെയാണ് ഓരോ ഭാഗത്തും ഫിറ്റ് ചെയ്യുന്നത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്രീം ചെയ്തെടുക്കാൻ കുറച്ചുകൂടി നല്ല എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വരച്ച അതേ ഭാഗത്ത് തന്നെ ഇതേപോലെയുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. സൈഡിലും ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇതേപോലെയുള്ള ഗ്ലാസ്സിനും ബാക്കിലൊക്കെ ഇതേപോലെയുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെയുള്ള ഡോട്ട് പോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് സമയം എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിലെ സ്പീഡിൽ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്നായി തോന്നുന്നത് കേട്ടോ. നമുക്ക് ഒരേപോലെ ആണെങ്കിൽ കുറച്ച് നല്ല ക്ഷമയോട് കൂടി തന്നെ ചെയ്തെടുക്കണം. എന്നാലാണ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയി കിട്ടുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഗ്ലാസ്സിന് ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാശ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് ഗനാശ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ഗനാശ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് സെറ്റായ ശേഷമാണ് കേട്ടോ അതേപോലെ ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്കായ രീതിയിൽ തന്നെ വേണം കേട്ടോ നമുക്ക്. അപ്പോൾ ഉണ്ടാക്കിയെടുത്ത ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ചൊന്ന് മെൽറ്റായി ഇതേപോലെ പോയാലും കുഴപ്പമില്ല. കാരണം അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇതേപോലെ സ്റ്റാർ നസിൽ വെച്ചിട്ട് മുഴുവനായിട്ട് ഇതേപോലെയുള്ള ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചൊന്ന് മെൽറ്റായാലും പ്രശ്നമില്ല. കാരണം അതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്തായി പോവും. അപ്പോൾ പിന്നെ കാണൂല പുറം ഭാഗത്തേക്ക് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ലൈറ്റും പിന്നെ സൈഡ് ഭാഗത്ത് ലൈറ്റും ടയറും ഒക്കെ ഈ ഗനാശ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ ഞാൻ അത് ഡോട്ട് കൊടുത്തിട്ട് തന്നെ ലൈറ്റ് വെച്ചത്. പിന്നെ അല്ലാതെ തന്നെ ഞാൻ വേറെ രീതിയിൽ ചെയ്തെടുത്തിട്ടോ. ബാക്ക് മുന്നേ ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വേറെ രീതിയിലാണ് ചെയ്തെടുത്തത്. ചുറ്റിനും ഇതേപോലെയുള്ള ഡോട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ടയറും ചോക്ലേറ്റ് ഗനാശ് വെച്ചിട്ട് തന്നെ ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ടയറിൻ്റെ ചുറ്റിഭാഗം ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഓരോ ജെംസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ലൈറ്റും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റ് ഞാൻ ആദ്യം ക്രീം വെച്ച് ചെയ്ത് കൊടുത്ത് അതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത് ജെംസ് വെച്ചപ്പോഴാണ്. അപ്പോൾ രണ്ട് സൈഡ് ഫ്രണ്ടും ബാക്കിലുള്ള ലൈറ്റും ടയറിനും ഒക്കെ ഇതേപോലെ ജെംസാണ് കേട്ടോ വെച്ച് കൊടുത്തത്. യെല്ലോ കളറുള്ള ജെംസാണ് വെച്ച് കൊടുത്തത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രാസിൻ്റെ നോസിൽ വെച്ചിട്ട് ഗ്രീൻ കളറിലെ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാറ് പാർക്കിംഗ് ചെയ്തിട്ടുള്ളത് ഒരു പുല്ലിലാണെന്ന രീതിയിലുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതേപോലുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ അതേപോലെ മുകൾ ഭാഗത്തേക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി.
നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ക്രീം നല്ല തിക്കായിട്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ അതേപോലെ നല്ല സ്റ്റിഫായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുത്താലാണ് നമുക്ക് ഇതേപോലെയുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ക്രീം സ്റ്റിഫാഞ്ഞാൽ ഇതേപോലെയുള്ള ഫിനിഷിങ് കിട്ടൂല കേട്ടോ, അതാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ കളറ് ആഡ് ചെയ്തത് ബ്രൈറ്റ് കളറാണ്, ഗ്രീൻ കളറ്. പിന്നെ അതിലേക്ക് കുറച്ച് പിസ്ത എസൻസ് കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ക്രീമിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. കളർ അധികം ആഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു കൈപ്രസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ ഫോണ്ടൻറ്റ് ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു ഡിസൈനാണ് കേട്ടോ ചെയ്തത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അത് കട്ട് ചെയ്യാൻ തോന്നില്ല, അത്രയ്ക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ കാർ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ റിലേറ്റീവ്സിനും ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. Happy birthday to you. Happy birthday to you. ഇതാണ് ഞാൻ പറഞ്ഞത്, ആങ്ങളുടെ മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിന് മുന്നേ വ്ളോഗ് കാണാത്ത ആൾക്കാർക്ക് പിന്നെ അറിയാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ആങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ടോയ്സ് വാങ്ങി കൊടുക്കുന്ന സമയത്ത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ടോയ് കേക്ക് ഉണ്ടാക്കി കൊടുത്തെന്നുള്ളൂ. അവനക്ക് ക്രീമാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈസി റെസിപ്പീസിനായിട്ടും വ്ളോഗിനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.